നെക്സ്റ്റ് സിംപ്ലി സപ്പോർട്ടഡിൽ ഒരു കമ്പൈൻ ലോഡ് വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 യൂഡിലുണ്ട്. അത് കൂടാതെ ഒരു പോയിൻറ്റ് ലോഡും കൂടെ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്വസ്റ്റൻ ആയിട്ടാണ് തന്നിരിക്കുന്ന. ഫിഗർ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഫിഗർ മനസ്സിലാക്കണം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി 6 മീറ്റർ ലോങ്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുക. 6 മീറ്റർ ലോങ് ഉള്ളൊരു ബീം വരയ്ക്കുക. ഈ സ്ലോഡ് ഡാഷ് ഓൺ ഇൻ ഫിഗർ. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്. കൺസ്ട്രക്ട് SFD ആൻഡ് BMD ഫോർ ദി ബീം ആൻഡ് ഫൈൻഡ് പൊസിഷൻ ആൻഡ് വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ SFD ആൻഡ് BMD വരയ്ക്കണം. അതുകൂടാതെ എവിടെ പൊസിഷൻ ആൻഡ് വാല്യൂ ഓഫ് മാക്സിമം ബെൻഡിങ്. പൊസിഷൻ മീൻസ് നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ് എടുക്കുമല്ലോ, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് എവിടെയാണെന്നുള്ളത്. അതാണ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ് കണ്ടുപിടിക്കണം. അതുകൂടാതെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കണം. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് A തൊട്ട് C തന്നിട്ടുണ്ട്. C to D ആൻഡ് D to E. എന്ന് പറയുന്നിടത്ത് ഒരു പോയിൻറ്റ് ലോഡ് ഉണ്ട് 5 കിലോ ന്യൂട്ടൺ. ആൻഡ് B A to C ഒരു 4 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൻ്റെ 1.5 മീറ്റർ ഡിസ്റ്റൻസിലൊരു UDL ഉണ്ട്. പിന്നെ D to Bയിൽ 3 മീറ്റേഴ്സിൽ ഒരു 2 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൻ്റെ UDL ഉണ്ട്. അതിനിടയ്ക്ക് E എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, ഒരു 5 കിലോ ന്യൂട്ടൺ ലോഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം എന്താ, റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ എന്താ, ആദ്യം സിഗ്മ എഫ് y = 0. എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ y ഡയറക്ഷനിലെ ഫോഴ്സുകളുടെ സം എടുക്കുന്നു. അപ്പം എയിൽ റിയാക്ഷൻ RA ആൻഡ് ബിയിലെ റിയാക്ഷൻ RB. അപ്പോഴ് 2 ഫോഴ്സസ്, പിന്നെ താഴോട്ട് അപ്പോഴായിട്ടുള്ള RB പ്ലസ് ആയിരിക്കും. ഡൗൺവേർഡ് ആയിട്ടുള്ള 4 കിലോ ന്യൂട്ടൺ ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ UDL ഉണ്ട്. 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്. പിന്നെ 5 കിലോ ന്യൂട്ടണും ഉണ്ട്. ഇത്രയും ലോഡാണ്. 3 ലോഡ് ഡൗൺവേർഡ് നെഗറ്റീവ്, 2 ലോഡ്സ് റിയാക്ഷൻസ് അപ്പോഴ് പോസിറ്റീവ്. അപ്പോൾ ആദ്യം എന്താ, RB അപ്പോഴ് ആയതുകൊണ്ട് പ്ലസ് വരും. RA + RB മൈനസ് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ UDL. അപ്പോൾ എന്ത് വേണം, 4 ഇൻറ്റു UDL ആക്ട് ചെയ്ത ഡിസ്റ്റൻസ് 1.5 മൈനസ് 4 ഇൻറ്റു 1.5. അടുത്തത് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ UDL. അപ്പോൾ 2 കിലോ ന്യൂട്ടൺ എന്ത് ചെയ്യണം, UDL ആക്ട് ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. 2 എത്ര ഡിസ്റ്റൻസിലുണ്ട്, 3 മീറ്റേഴ്സിലുണ്ട്. സോ അതും ഡൗൺവേർഡാണ്. സോ മൈനസ് 2 ഇൻറ്റു 3. പിന്നെ അടുത്ത ലോഡ് ഏതാ, 5. അത് പോയിൻറ്റ് ലോഡാ. സോ ഡിസ്റ്റൻസ് ഒന്നും എടുക്കണ്ട. 5 ഡൗൺവേർഡ് ആയതുകൊണ്ട് -5. അപ്പോൾ RA + RB മൈനസ് 4 ഇൻറ്റു 1.5 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 5 = 0. അത് കോൺസ്റ്റൻസ് എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇക്വേഷൻ RA + RB = 17 കിട്ടും. ഈ നെക്സ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ മൊമെൻറ്റ് A = 0. എയ്ക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുന്നു. എയ്ക്ക് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുമ്പം പോയിൻറ്റ് ലോഡ് ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, UDL ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 നോക്കുക. അപ്പോൾ ആദ്യം എന്താ, എയ്ക്ക് അബൌട്ടായിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ലോഡ് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ UDL ആണ് അല്ലേ. അപ്പോൾ UDLൻ്റെ മൊമെൻറ്റ് എടുക്കാൻ എന്ത് വേണം, 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. അപ്പോൾ 4 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ സെൻറ്റർ ആവും. പിന്നെ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1.5/2. സോ 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. ഇനി ഇത് ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സ് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. സോ പ്ലസ് 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. ഇനി അടുത്ത ലോഡ് ഏതാണ്, UDL 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 ഇൻറ്റു 3 ആണ് UDLനെ പോയിൻറ്റ് ലോഡ് ആക്കുന്നത്. അപ്പോൾ എവിടെ വരും, 3യുടെ സെൻറ്റർ പോയിൻറ്റിൽ വരും. 3യുടെ സെൻറ്റർ പോയിൻറ്റിൽ വരും 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ. സെൻറ്റർ മുതൽ എവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം, ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത്, A പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുന്നത് കൊണ്ട് സെൻറ്റർ തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് വേണം. സെൻറ്റർ തൊട്ട് D വരെ എത്രയാ, ഇത് ഫുള്ള് 3 അപ്പം ഇത്ര എത്രയാണ്, 3/2 ആണല്ലോ. സോ 3/2 പ്ലസ് 1.5 പ്ലസ് 1.5. സോ 2 ഇൻറ്റു 3 ചെയ്തപ്പോൾ പോയിൻറ്റ് ലോഡായി. പോയിൻറ്റ് ലോഡ് സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ സെൻറ്റർ തൊട്ട് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം, A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അത്രയും കൂടെ ആഡ് ചെയ്തു. 3/2 പ്ലസ് 1.5 പ്ലസ് 1.5 = 0 ആണോ, അല്ല, ഒരു ലോഡ് കൂടെ ഉണ്ട്. 5 കിലോ ന്യൂട്ടൺ ഉണ്ട്. 5 കിലോ ന്യൂട്ടൺ എവിടെ, E എന്ന് പറയുന്ന പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നത്. സോ 5 ഇൻറ്റു 5 മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ്, 5 മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5. ഇത് 1.5 വന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. D to Bയിലെ ഡിസ്റ്റൻസ് 1.5 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 അല്ല, 1.5 ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 1.5 പ്ലസ് 1.5 പ്ലസ് 1.5. സോ 5 ഇൻറ്റു 4.5 ആയിരിക്കും അവിടുത്തെ മൊമെൻറ്റ് വരുന്നത്. ഇനി അടുത്ത 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് ലോഡ് ചെയ്താൽ Bയിലൊരു റിയാക്ഷൻ ഉണ്ട്, RB മുതൽ എയിലുണ്ടാകുന്ന മൊമെൻറ്റ്. സോ RB മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എത്ര വരും, ടോട്ടൽ ഡിസ്റ്റൻസ് 3 പ്ലസ് 1.5 പ്ലസ് 1.5. ടോട്ടൽ എത്രയാണ്, 6 മീറ്റർ. സോ RB ഇൻറ്റു 6. RB എടുക്കുമ്പോൾ അപ്വേർഡ് ആയതുകൊണ്ട് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ മൈനസ് ആയിരിക്കും. ഇതും പ്ലസ്, ഇതും പ്ലസ്,
ദെൻ ബാക്കി എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇക്വേഷനിൽ ആർ ബിയുടെ വാല്യൂ 9 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആർ എയുടെ വാല്യൂവും കിട്ടും. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, കാരണം പ്രോബ്ലം 1 to 3 പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഈ 4 നോക്കാൻ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അവിടെ സെയിം ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് പ്രീവിയസ് പ്രോബ്ലംസ് നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ വരുന്നത്? ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സം ഓഫ് ഫോഴ്സസ് എടുക്കുക അല്ലേ. എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ തന്നെ ആയിരിക്കും. ബിയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ തന്നെ ആയിരിക്കും. ഇത് ലെഫ്റ്റിൽ അപ്പോർഡ് പോസിറ്റീവ് എടുത്തുകൊണ്ട് ഇവിടെ റൈറ്റിൽ അപ്പോർഡ് നെഗറ്റീവ് എടുക്കുക. അപ്പോൾ റിയാക്ഷൻ അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? റിയാക്ഷൻ അറ്റ് എ ആയിരിക്കും, അപ്പോർഡ് ആയതുകൊണ്ട് +8 kN. റിയാക്ഷൻ അറ്റ് ബി എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അറ്റ് ബി തന്നെയായിരിക്കും, അത് റൈറ്റ് സൈഡ്. ഇവിടെ ലെഫ്റ്റിൽ നമ്മൾ അപ്പോർഡ് പോസിറ്റീവ് എടുത്തുകൊണ്ട് റൈറ്റിൽ എന്ത് ചെയ്യുക? അപ്പോർഡ് നെഗറ്റീവ് എടുത്തു. സോ -9 kN. ഇനി നെക്സ്റ്റ് സി പോയിന്റ് നോക്കുക. സി പോയിന്റ് നോക്കുമ്പോൾ എങ്ങനെയാണ്? സി പോയിന്റിൽ എ ടു സി നോക്കുക. എ ടു സിയിലുള്ള ഫോഴ്സുകളുടെ സം. എ ടു സിയിൽ നോക്കുമ്പം അപ്പോർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ് എടുക്കുക. അപ്പോർഡ് ആദ്യം ഏതാ വരുന്നത്? ആർ എയുടെ വാല്യൂ എത്രയാണ്? ആർ എയുടെ വാല്യൂ 8 ആണ്. സോ 8ൻ്റെ സൈൻ പ്ലസ് ആയിരിക്കും. പിന്നെ 8 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാ? UDL 4 kN/m. UDL ആണ്. UDLനെ അപ്പോൾ എന്ത് ചെയ്യണം? പോയിന്റ് ലോഡ് ആക്കണം. UDLനെ പോയിന്റ് ലോഡ് ആക്കണമെങ്കിൽ UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 × 1.5 ആയിരിക്കും അവിടുത്തെ UDLനെ പോയിന്റ് ലോഡ് ആക്കുന്നത്. 4 × 1.5 ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ്. സോ ടോട്ടൽ എത്രയൊക്കെ വരും? ഇവിടുന്ന് അപ്പോർഡ് 6യുടെ വാല്യൂ 8 മൈനസ് ഡൗൺവേർഡ് ആയതുകൊണ്ട് -4 × UDL ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1.5. സോ 8 - 4 × 1.5 2 kN എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഡി നോക്കുക. ഡി ടു നോക്കുമ്പോൾ എഗെയിൻ എന്ത് തന്നെയാണ്? എ ടു ഡി നോക്കുക. പക്ഷേ എ ടു ഡി നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, എ ടു സി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. സി ടു ഡിയിൽ വേറെ ഏതെങ്കിലും ലോഡ് ഉണ്ടോ? ഇല്ല. അപ്പം എ ടു ഡി എടുത്താലും എ ടു സി എടുത്താലും സെയിം തന്നെയല്ലേ? അതായത് അപ്പോർഡ് 6 -4 × 1.5 രണ്ടും എന്ത് വരും? സെയിം വരും. കാരണം എന്താണെന്ന് മനസ്സിലായാലും എ ടു സിയിൽ മാത്രമേ ലോഡുള്ളൂ. ഡി എടുക്കുമ്പോൾ സി ടു ഡിയും കൂടെ വരും. എ സി + സി ഡി ആണ്. പക്ഷേ സി ഡിയിൽ വേറെ ലോഡ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ വാല്യൂ തന്നെ വരും 2 kN. ഇനി നെക്സ്റ്റ് ഈ പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഈ പോയിന്റ് എടുക്കുമ്പം എ ടു ഇ നോക്കുക. എ ടു ഇ എടുക്കുമ്പോൾ എന്ത് വരും? എയിൽ അപ്പോർഡ് 8 ഉണ്ട് ആണല്ലോ, അപ്പം +8 വരും. മൈനസ് ഇത് ഡൗൺവേർഡാണ്. -4 × 4 ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? UDL 1.5. സോ -4 × 1.5. ദെൻ അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഏതാ ഉള്ളത്? UDL 2 kN. UDL 2 kN ശരിക്കും ബീമിൽ 3 മീറ്റേഴ്സിലുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എവിടം വരെ നോക്കുന്നുള്ളൂ? ഈ വരെ നോക്കുന്നുള്ളൂ. ഇവിടം വരെ ഉള്ളത് മാത്രം നോക്കിയാൽ മതി. ഈക്ക് അപ്പുറത്തോട്ട് നോക്കണോ? വേണ്ട. സോ ഇ എന്ന് പറയുന്ന പോയിന്റിൽ UDL 2 kN എത്ര മീറ്റേഴ്സിലുണ്ട്? ഇതാ ഇത്രയും ഡിസ്റ്റൻസിലേ ഉള്ളൂ. അതെത്രയാണ്? 1.5 മീറ്റേഴ്സിൽ. സോ ഇവിടെ UDLനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 2 × 1.5 എടുത്താൽ മതി, 3 എടുക്കരുത്. കാരണം 3 എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. നമ്മൾ ബീമിൻ്റെ സെഗ്മെൻറ്റ് ഡി വരെ മാത്രമേ നോക്കുന്നുള്ളൂ. സോ 2 × 1.5 അതും ഡൗൺവേർഡ് ആയതുകൊണ്ട് -2 × 1.5. 8 - 4 × 1.5 - 2 × 1.5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും -6 kN എന്ന് കിട്ടും. ഓക്കെ, -6 kN. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് എന്താ? ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടിങ് എൻഡ്സിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ, ബെൻഡിങ് മൊമെൻറ്റ് ബി രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടിങ് എൻഡ്സിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയതുകൊണ്ട് അത് ഡയറക്റ്റ്ലി എഴുതി. അടുത്ത പോയിന്റ് ഏതാ വരുന്നത്? സി എടുക്കുമ്പോൾ മൊമെൻറ്റ് കിട്ടാൻ എന്ത് വേണം? എ ടു സി നോക്കുക. എ ടു സിയിലുള്ള മൊമെൻറ്റ്. എ ടു സിയിലുള്ള മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്? സിക്ക് അബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. സോ എ ടു സി നോക്കുക. എ ടു സി നോക്കുമ്പോൾ എന്ത് വരും? ആദ്യം എയിലൊരു ലോഡുണ്ട്. എത്രയാണ്? റിയാക്ഷൻ 8 ആണത്. 8 × എ തൊട്ട് സി, എയിലാണല്ലോ 8 ആക്ട് ചെയ്യുന്നത്. എ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.5. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സ് 8 ആണ്, സി ആണ് പോയിന്റ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.5. സോ 8 × 1.5. അതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കേ, അപ്പോർഡ് ആയിട്ടുള്ളത് നമുക്ക് സിക്ക് അബൌട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ അപ്പോർഡ് ഇങ്ങോട്ട് സിയിലേക്ക് വരുന്നു. സിയിലേക്ക് വരുമ്പോൾ അത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ്. അപ്പോൾ അതിൻ്റെ സൈൻ എന്തായിരിക്കും? പ്ലസ്. സോ 8 × 1.5 അതെന്താണ്? സൈൻ പ്ലസ് ആയിരിക്കും. 8 × 1.5. അടുത്ത ഏതാ?
സി നോക്കുമ്പം യു ഡി എൽ ഉണ്ട്, ഇവിടെ ഒരു 4 കിലോ ന്യൂട്ടൺ യു ഡി എൽ ഉണ്ട്. യു ഡി എല്ലിൻ്റെ നമുക്കറിയാം 4 ഇൻറ്റു യു ഡി എൽ ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 4. ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 1.5. അപ്പോൾ 4 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ സെൻറ്ററായി. പിന്നെ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ലേ? പോയിന്റ് ലോഡ് ആക്കി കഴിഞ്ഞാൽ പോയിന്റ് ലോഡ് ആക്കിയത് മുതൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 4 ഇൻറ്റു 1.5 ചെയ്താൽ യു ഡി എൽ പോയിന്റ് ലോഡായി മാറിയാൽ പിന്നെ അത് ആക്ട് ചെയ്യുന്ന സെൻറ്ററിലായിരിക്കും. ആ സെൻറ്റർ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.5/2. സോ 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. ഇത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ്. സോ -4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2 ചെയ്യാമെങ്കിൽ 7.5 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി നെക്സ്റ്റ് പോയിന്റ് ഡി ആണ്. ഡി പോയിന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇതേപോലെ ഡി വരെയുള്ള എ ടു ഡി നോക്കുക. എ ടു ഡി നോക്കുമ്പോൾ അഗെയിൻ ഇവിടെ ഒരു ഫോഴ്സ് 8 ഉണ്ട്. 8 ഇൻറ്റു എ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 + 1.5 3. സോ 8 ഇൻറ്റു 3 ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് ആയിരിക്കും. സോ 8 ഇൻറ്റു 3 ദെൻ 4 ഇൻറ്റു യു ഡി എൽ ആണ് 4 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2. സോ 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2 വരെ ആകുമ്പോൾ ഇത്രയും മാത്രമേ ഡിസ്റ്റൻസ് ആകുന്നുള്ളൂ. 4 ഇൻറ്റു 1.5 ചെയ്തപ്പോൾ പോയിന്റ് ലോഡായി. 1.5/2 ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഇത്രയേ ആകുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഏത് പോയിൻ്റാണ് വേണ്ടത്? ഡി വരെയുള്ള ഡിസ്റ്റൻസ് വേണം. സോ 1.5/2ൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? 1.5ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2 പ്ലസ് 1.5. കാരണം 1.5/2 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോഡിൻ്റെ സെൻറ്റർ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസേ ആകുന്നുള്ളൂ. മൊമെൻറ്റ് വേണ്ടത് ഡി വരെയുള്ളതാണ്. ഡി വരെയുള്ളത് എടുക്കണമെങ്കിൽ ഏതും കൂടെ ആഡ് ചെയ്യണം. ഈ 1.5/2 ആണിത്. ഇത് 1.5/2 പ്ലസ് എന്തും കൂടെ എടുക്കണം? 1.5 കൂടെ എടുക്കണം. അത് ചെയ്യുമ്പം ഇതിനൊരു ബ്രാക്കറ്റ് ഇടണം. 4 ഇൻറ്റു 1.5 ബ്രാക്കറ്റിൽ 1.5/2 പ്ലസ് 1.5 10.5 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി നെക്സ്റ്റ് ഈസ് ഇ പോയിൻറ്റ്. എഗെയിൻ ഈ പോയിൻ്റ് എടുക്കുമ്പോൾ എ ടു ഇ നോക്കുവാണെങ്കിൽ എന്ത് വരും? എഗെയിൻ 8 ഇൻറ്റു എ മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 + 3. ഈ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 + 1.5 + 1.5. 3 + 3 അല്ല, എ തൊട്ട് ഇ വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ 3 പ്ലസ് ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 1.5. സോ 8 ഇൻറ്റു 4.5 വരും. 8 ഇൻറ്റു 4.5 റൊട്ടേറ്റ് ചെയ്യുമ്പം ഈലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് 8 ഇൻറ്റു 4.5. 8 ഇൻറ്റു 4.5. നെക്സ്റ്റ് 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. നേരത്തെ ഡി വരെ ആയിരുന്നപ്പോൾ നമ്മൾ 1.52ൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്തു? 1.5/2ൻ്റെ കൂടെ 1.5ഉം കൂടെ ആഡ് ചെയ്തു. ഈ വരെ ആകുമ്പം 1.5/2 പ്ലസ് 1.5 പ്ലസ് 1.5. മനസ്സിലായോ? 1.5/2ൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്തു നമ്മൾ? ഈ വരെ ആകുമ്പോഴത്തേക്കും ഈക്ക് എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ 4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2 പ്ലസ് 1.5 പ്ലസ് 1.5. അതായത് എത്രയാണ്? 1.5 പ്ലസ് 1.5 3 ആണ്. അതുകൊണ്ടാണ് 1.5/2 പ്ലസ് 3 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇത്രയും 1.5/2 പ്ലസ് ഇവിടം തൊട്ട് ഈ പോയിന്റ് മുതൽ ഈ വരെയാണ്. ഈ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 പ്ലസ് 1.5 3 ആയതുകൊണ്ടാണ് ഒന്നിച്ചതിനെ 3 എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ അടുത്ത ലോഡ് ഏതാണ്? അതിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് എടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആകുമ്പോൾ എങ്ങനെയാണ്? ഇതേപോലെ 2 ഇൻറ്റു ഈ വരെയാണ്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി? ഇത്രയും ദൂരം മാത്രം നോക്കിയാൽ മതി. അത് എത്രയാണ്? ഈ വരെയാകുമ്പോൾ 1.5 ഡിസ്റ്റൻസിലേ 2 ഉള്ളൂ. സോ 2 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2. അത് ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ -2 ഇൻറ്റു 1.5 ചെയ്യുമ്പം ഇതിൻ്റെ സെൻറ്ററിൽ വന്നു ലോഡ്. സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് മൊത്തം 1.5 ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 1.5/2. സോ 2 ഇൻറ്റു 1.5 ഇൻറ്റു 1.5/2 ചെയ്യുമ്പം 11.25 കിട്ടും. പിന്നെ ബിയിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണെന്ന് നമുക്കറിയാം. ഷിയർ ഫോഴ്സ് എങ്ങനെ വരച്ചു? ഷിയർ ഫോഴ്സ് നോക്കിക്കേ. എയിലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 8 കിലോ ന്യൂട്ടൺ. സോ ഇവിടെ 8 കിലോ ന്യൂട്ടൺ ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈനിൽ നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് അപ്വേർഡായിട്ട് നമ്മൾ 8 കിലോ ന്യൂട്ടൺ വരച്ചു. ദെൻ 8 കിലോ ന്യൂട്ടൺ വരച്ചു. അടുത്ത നമുക്ക് സി പോയിൻ്റ് ആയില്ലേ? സി പോയിൻറ്റിലെ വാല്യൂ കിട്ടി എത്രയാണ്? 2 കിലോ ന്യൂട്ടൺ. അപ്പോൾ എന്ത് ചെയ്തു? 8 ഇതാണ് 2 കിലോ ന്യൂട്ടൺ ഞാൻ മാർക്ക് ചെയ്തത്. 8 2 കിലോ ന്യൂട്ടൺ
പ്ലോട്ട് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വെച്ച് പ്ലോട്ട് ചെയ്യുക, ഇൻക്ലൈൻഡ് ലൈൻ വെച്ച് പ്ലോട്ട് ചെയ്തു. ദെൻ സി ടു ഡിയിലേക്ക് കോൺസ്റ്റൻറ്റാണ്, വേറെ ലോഡ് വല്ലതും ഉണ്ടോ? ഇല്ല, കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ലൈൻ 2 കിലോ ന്യൂട്ടണിൽ വന്ന് നിൽക്കുക ഇവിടെ. ദെൻ 2 കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി അടുത്ത ഏത് പോയിൻറ്റാണ്? ഈ പോയിൻറ്റ് ഇല്ലേ? ഇയിലെ ഷിയർ ഫോഴ്സ് നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇയിലെ ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2 നിൽക്കുകയാണ്. 2-ൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? -6 വരണം. -6 ആണ് വരുന്നത്. പക്ഷേ -6 ഡയറക്റ്റ്ലി വരുന്നില്ല, ഇവിടെ ഒരു 5 ഉണ്ടല്ലോ. സോ 2 ഉണ്ട്. ഇവിടെ വന്നപ്പോൾ 2 ആയിരുന്നു, പിന്നെ എത്ര മൈനസ് ചെയ്തു? 2-ൽ നിന്നും 2 മൈനസ് ഇവിടെ ഒരു UDL ഉണ്ട്, 2 ഇൻറ്റു 1.5 ഉണ്ട്, -5 ഉണ്ട്. ചെയ്യുമ്പോൾ അതായത് ഡയറക്റ്റ്ലി നമുക്ക് 6 കിലോ ന്യൂട്ടൺ കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു 5 ഡിപ്പുള്ളത് കൊണ്ട് ആദ്യം ഒരു 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 കിലോ ന്യൂട്ടണാണ് അല്ലേ? സോ ആദ്യം ഒരു 1 കിലോ ന്യൂട്ടൺ എത്തുക. അവിടെ നിന്നും 5 കൂടിയിട്ടാണ്, 1ൻ്റെ കൂടെ 5 കൂടുമ്പോഴാണ്, -1ൻ്റെ കൂടെ -5 കൂടുമ്പോഴാണ് -6 ആവുന്നത്. സോ 1 ആദ്യം കാണിക്കുക, 1 പിന്നെ -6 എടുക്കുക. -6 നമുക്കിവിടെ ഓൾറെഡി കിട്ടിയ വാല്യൂ ആണ് -6. ദെൻ -6 കഴിഞ്ഞാൽ ബിയിൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? ബിയിൽ -9. സോ ഇവിടെ -6ൽ നിന്ന് -9ലേക്ക് പോവുക. -9 എത്തിക്കഴിഞ്ഞാൽ ബിയിലൊരു റിയാക്ഷൻ, അപ്പോർട്ട് റിയാക്ഷൻ +9 ഉണ്ട്. -9ഉം +9ഉം കൂടെ ഇവിടെ 0 ആവുന്നു. അപ്പോൾ ഈ ഒരു ഡിപ്പ് കാണിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഡയറക്റ്റ്ലി -6ലോട്ട് പോകുന്നതിന് പകരം 2-ൽ നിന്നും ഇവിടെ ഒരു 5 ഉണ്ട്, ആ 5ൻ്റെ ഡിപ്പ് കാണിക്കണം. ആ 5 ഇങ്ങോട്ട് താഴോട്ട് വന്നതിന് ശേഷമാണ് 6ലേക്ക് എത്തുക, -9ലെത്തുക, 0യിലേക്ക് പോവുക. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ എയിലും ബിയിലും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണ്? എയിലും ബിയിലും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. എയിലും ബിയിലും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0. സോ ഇവിടെ 0, ഇവിടെ 0 പ്ലോട്ട് ചെയ്തു. സിയിൽ നമുക്ക് കിട്ടിയത് 7.5. സോ ഇവിടെ ഞാൻ 7.5 പ്ലോട്ട് ചെയ്തു. ഡിയിൽ കിട്ടിയത് 10.5. സോ ഞാനിവിടെ ഒരു 10.5 പ്ലോട്ട് ചെയ്തു. ദെൻ ഇയിൽ കിട്ടിയത് 11.5. ഇയിൽ കിട്ടിയത് 11.5. ഇതാണ് ഇയിൽ കിട്ടിയത് 11.5. ഇനി ഇത് ജോയിൻ ചെയ്തതിന് മുമ്പേ നമുക്ക് മനസ്സിലായി ഇവിടെ ഷിയർ ഫോഴ്സ് ഒരു പോയിന്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് 2-ൽ നിന്നും -6ലോട്ട് ആവണമെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൽ 0 ആകുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് 0 ആണ്. ആ പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ കറസ്പോണ്ടിങ് ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലായി ബിറ്റ്വീൻ ഡിക്കും ഇക്കും ഇടയ്ക്ക് ഒരിടത്ത് 0 ആവുന്നുണ്ട്. നമ്മൾ ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് 0 ആകുന്നതെന്ന് അസ്യൂം ചെയ്തു. ബിയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തു? ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഈ ഡിസ്റ്റൻസ് എക്സ് ആകുമ്പോൾ, എക്സ് ആയാൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് അവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസിലെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ തിരിച്ച് ഈ സൈഡാണ് നോക്കുന്നത്. സോ ഇവിടെ അപ്പോർഡ് നെഗറ്റീവാണ്. സോ -9, പിന്നെ താഴോട്ടുള്ളത് പ്ലസ് ആണ്. സോ +5. ദെൻ ഇത്രയും ഭാഗത്ത് എന്തുണ്ട്? ഒരു UDL ഉണ്ട്, 2 കിലോ ന്യൂട്ടൻ്റെ. ഇത്രയും ഭാഗത്ത് നോക്കുവാണെങ്കിൽ എന്താ? 2 കിലോ ന്യൂട്ടൺ UDL ഉണ്ട്. സോ 2 ഇൻറ്റു x. സോ -9 + 5 + 2x = 0. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെങ്കിൽ എക്സിൻ്റെ വാല്യൂ കിട്ടും 2 മീറ്റേഴ്സ്. അതായത് ഷിയർ ഫോഴ്സ് 0 ആകുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണിത്? 2 മീറ്റേഴ്സ് ആണ്. 2 മീറ്റേഴ്സിലാണ് 0 ആകുന്നത്. സോ ആ 2 മീറ്ററിലുള്ള എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇത് 2 മീറ്റേഴ്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇത് 2 മീറ്റേഴ്സ് ആണ്. എത്രയാ? ഇത്രയും 2 മീറ്റേഴ്സ്, ഇത്രയും 2 മീറ്റേഴ്സ് ആണെങ്കിൽ ഇത് ഫുൾ, അപ്പോൾ ഇത് എത്രയാ? 1 മീറ്റർ ആയിരിക്കും അല്ലേ? ഇത് മൊത്തം 3 ആണ്. ഇത് 2 മീറ്റേഴ്സ് ആണെങ്കിൽ ഇത് 1 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എൻഡിൽ നിന്ന് മൊമെൻ്റ് എടുത്താൽ എങ്ങനെ വരും? 6 ഇൻറ്റു ഏതാ? ഈ പോയിന്റിലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര വരും? 6 ഇൻറ്റു 3, ഇത്രയും 3 + 1, 6 ഇൻറ്റു 4. പിന്നെ അടുത്ത് -4 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 + 1, 1.5 ഇൻറ്റു 1.5/2 ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടം വരെ 1.5 ഉണ്ട്. പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് എത്ര വരും? 1 മീറ്റേഴ്സ്. അതും കൂടെ ആഡ് ചെയ്തു. ദെൻ പിന്നെ ഇത്രയും ഭാഗത്തൊരു UDL 2 ഉണ്ട്. സോ 2 ഇൻറ്റു UDL ആക്ട് ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? നമുക്ക് ഏത് പോയിൻ്റാണ് വേണ്ടി? ഇത്രയും ഡിസ്റ്റൻസ് മതി, 1 മീറ്ററിൽ മതി. സോ 2 ഇൻറ്റു 1 ഇൻറ്റു 1/2. മൊമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 11.5 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് കിട്ടും. സോ 0 ആകുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെൻ്റ് എത്രയാണ്? 11.5 എന്ന് കിട്ടി. ദെൻ
ഈ പോയിൻറ്റിലെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 11.25, അതും പ്ലോട്ട് ചെയ്തു. ഇനി യു ഡി എൽ ഉള്ളിടത്ത് പരാബോള, അല്ലാത്തടത്ത് സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ യു ഡി അല്ല, സോ ഇവിടെ എന്തായിരിക്കണം, ചെറിയൊരു പരാബോളയാണ്. പിന്നെ സി ടു ഡിയിൽ ലോഡില്ല, സോ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഡി ടു ബിയിലും യു ഡി എൽ ഉണ്ട്, സോ പരാബോള ജോയിൻ ചെയ്യുക.